പ്രിയപ്പെട്ടവരെ നമസ്കാരം. അധികാരികളുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ ഇടപെടൽ കാരണം പലപ്പോഴും ന്യായം കിട്ടേണ്ടവർക്ക് അത് കിട്ടാതെ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ ജയന്തിക്ക് ഉണ്ടായ ദുരനുഭവം പറയുന്നതൊന്ന് കേൾക്കൂ. എങ്ങനെ ജീവിക്കും? സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്താലും ഇപ്പൊ പീഡിപ്പിച്ച ആൾക്ക് നീതിയും പീഡനത്തിനിരയായ സ്ത്രീക്ക് നീതി കിട്ടിയില്ല. വേട്ടക്കാരനെയാണ് നീതി കിട്ടുന്നത്. അപ്പൊ നമ്മള് ഒറ്റക്കല്ലേ നമ്മളുടെ ജീവൻ. ഞാൻ ജയിലിൽ പോയത് എന്നെ പീഡിപ്പിച്ചിട്ട് അത് മോളിൽ നിന്നുള്ള വിളിച്ചു പറഞ്ഞ റെക്കമെൻഡ്. എന്നാലും പീഡിപ്പിച്ച ഇരേന പീഡനത്തിനിരയായ കമ്പി വടിക്ക് അടിച്ചിട്ടില്ല. കമ്പി വടിക്ക് ഒരാളെ പല്ലുമ്മ നോക്കി മാത്രം ബ്രഷാണോ അടിക്കാൻ? ഇയാള് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരിക്കുന്നത് ഇയാളുടെ മൂത്രത്തിൽ കല്ലെന്ന് പറഞ്ഞിട്ടാ. ഇയാളെ ഒരിക്കലും കമ്പി വടിക്ക് അടിച്ചതിന് ഇയാൾ ചികിത്സ തേടിയിട്ടില്ല. തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പോയത്. ഇതിൽ എനിക്ക് തെളിയിക്കാൻ കഴിവില്ല. APP കാശ് അല്ല, സാധാ എനിക്ക് ഞാൻ എന്റെ എല്ലാ കേസും സ്വയം സംരക്ഷണം, സ്വയം രക്ഷയ്ക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഉപദ്രവിച്ചില്ല. എന്നെ ഉപദ്രവിച്ചിട്ട് എനിക്ക് നീതി കിട്ടും ഒറ്റക്കള സ്ത്രീയാണെന്ന് ഓർത്ത് ഇവര് അതെ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. നമ്മൾ ഉപദ്രവിക്കുമ്പോ നമ്മൾ തിരിച്ച് പ്രതിരോധിക്കണില്ല. നമ്മള് ആ പ്രതിരോധം തീർക്കുക എന്നാ അപ്പൊ ഇവര് എനിക്ക് നീതി കിട്ടൂ എന്നുള്ള രീതിയിൽ ഇവര് മോളിലൊക്കെ. ഞാൻ ഇന്ന് വരെ ഒരാളോട് പോലും പോലീസ് സ്റ്റേഷനിൽ റെക്കമെൻഡ് ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് മോളിന്ന് അവരുടെ PA ഒരുപാട് ആൾക്കാർ പോലീസിന് തന്നെ നീതി നടപ്പാക്കാൻ പറ്റാത്ത സമ്മർദ്ദമാണ് നടത്തിയത്. പോലീസുകാർ എന്നെ കൺഫ്യൂഷൻ ആവുകയാണ് ചെയ്തു. പോലീസുകാർ വരെ വളരെയധികം വിഷമിച്ചു. അവർക്കറിയാം എന്റെ മുഖം അത്ര വികൃതമായിരുന്നു. അപ്പൊ ഇരക്ക് നീതിയില്ല. ഇപ്പൊ വേട്ടക്കാരന് നീതി അതാകുമ്പോ നമുക്ക് കോടതികളെ വരെ നമ്മൾക്കിപ്പോ എല്ലാവരും സ്വയം ഇത് കെട്ടിയെടുക്കണം. എന്തുകൊണ്ടാണ്? എനിക്കാണെങ്കിൽ ഒരാൾ പോലും ഇല്ലാത്ത ഒരു പാവ സ്ത്രീയാണ് ഞാൻ. എനിക്ക് രക്ഷക്ക് ആരുമില്ല. എനിക്ക് ആരുമില്ലാത്ത തീർത്തും ഒറ്റപ്പെട്ട സ്ത്രീയാണ്.